Christ is not ours. Jesus Christ is not ours. हमारा कौन है? राम भगवान. Am I right? It should be. साला इधर बाबरी मस्जिद बन रहा है, उसके लिए कोई आवाज नहीं उठा रहा है. हम कोई भी क्रिश्चियनों का बाइबल को फॉलो नहीं करेंगे. Am I clear? बोलो. ओम भूर्भुवस्सुः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्. ओके? जीसस क्राइस्ट को पैदा करने वाला मदर मैरी कैसे प्रेग्नेंट हुई थी बताओ. മദർ മേരി പിഴച്ചു പറ്റിയിട്ടുണ്ടായ ജീസസിന്റെ മതം നമ്മുടെ നാട്ടിൽ വേണ്ട, ജീസസിന്റെ ഒരു പരിപാടികളും നമ്മുടെ നാട്ടിൽ വേണ്ട എന്നാ പറഞ്ഞത്. പറഞ്ഞത് വേറെ ആരുമല്ല, ഇവൻ തന്നെ. घड़ी नहीं है फिर भी बोल रहा हूँ भैया. जीसस क्राइस्ट कैसे पैदा हुआ था बताओ. पवित्र आत्मा के द्वारा. अरे तू बिना सेक्स के बच्चा पैदा कर सकता है? वही तो परमेश्वर का पुत्र तभी है ना, क्योंकि इंसान के अंदर पाप है. नहीं घुसेगा तो बच्चा कैसे पैदा होगा? पाप से अगर पाप से जन्म हुआ व्यक्ति कभी भी पाप से छुटकारा नहीं दे सकता है ना. तो इसलिए परमेश्वर की आत्मा ये जो बायोलॉजिकल जो होता है उसके द्वारा पैदा नहीं हुआ है. ठीक है ना? Really? Can you explain this to the gynecologist? You baby? Are you educated? Are you educated, baby? Yes, I'm educated. Okay, you know the process of बच्चा पैदा करने का प्रोसीजर बताओ मुझे. बच्चा पैदा करने का प्रोसीजर बताओ मुझे. मेरी सुन तो सही. मैं जैसे पैदा हुई हूँ. आप कैसे पैदा हुई बताओ. आपको कैसा? अरे मम्मी पापा के मिलने से पैदा हुए ना, साहब बताओ खुल के. अरे सांड और गाय मिलेगा तभी तो बच्चा पैदा होता है ना. खुल के बोल रहा है फिर. अरे क्या करेगा वो फिर? तो आप बीच में क्यों बोल रहे हो? बैठ जाओ वहीं बैठ. ये जवाब देगा, ये यहाँ पे खड़ा होकर सबका कॉन्फ्रेंस करना. वीडियो शुरू करें. मैं ये पूछना चाहता हूँ मिस्टर फादर से, चर्च का फादर से मैं पूछना चाहता हूँ कि जीसस क्राइस्ट का ग्रंथ का नाम बताओ. ग्रंथ करके नहीं है भैया. हाँ क्या है? द गॉस्पेल ऑफ जॉन्स, वो सब क्या चीज है? बाइबल क्या चीज है? धार्मिक ग्रंथ. धार्मिक ग्रंथ है. ये कहाँ से मैन्युफैक्चर हुआ है? जस्ट टेल मी कहाँ से मैन्युफैक्चर हुआ है? Of course, it was not printed in India. भारतवर्ष में ये पैदा हुआ ही नहीं था. विदेशी क्रिश्चियन लोगों का, विदेशी भाषाओं का बाइबल हमारे इंडिया में क्या लेगा? नहीं. हमारा क्या है? चारों वेद है, मनुस्मृति है, उपनिषद है. വാണം 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതോ തന്ത എന്താ പറയാ വിട്ട ഒരു നിർഗുണ ബീജത്തു നിന്നുണ്ടായിട്ടുള്ള ചില വൃത്തികെട്ട ജീവികളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ട സകലതും. അതായത് ജീസസ് ക്രൈസ്റ്റ് ഇന്ത്യയിൽ മാനുഫാക്ചർ, അങ്ങനെ അവരുടെ വേടാട്ടോ, മാനുഫാക്ചർ ചെയ്ത സാധനമല്ല, അല്ലെങ്കിൽ ബൈബിള് ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടുള്ള സാധനമല്ല. ഇന്ത്യയിൽ ഉണ്ടായത് 4 വേദങ്ങളും മനുസ്മൃതിയും ഉപനിഷത്തുകളുമാണ്. അപ്പം ഇതിനെ ആരാധിച്ച് ഇവിടെ ജീവിച്ചോളാം. ഇവിടെ ഒരു ജീസസ് ക്രൈസ്റ്റും ഇല്ല, ഒരു ബാബറി മസ്ജിദും ഇല്ല, ഒരു അള്ളാഹു അക്ബറും ഇല്ല. ഇവിടെ ഒന്നേ ഒരു കാര്യം, അത് രാം ഭഗവാൻ ജയ് ശ്രീറാം അല്ലാത്ത ഒരു തേങ്ങയും ഇന്ത്യയിലില്ല എന്നാണ് ഈ നിർഗുണ ബീജങ്ങൾ ഈ പറഞ്ഞ ഏതോ ഒരു ബീഹാറിലാണെന്നാണ് ഞാൻ കണ്ടത്, കറക്റ്റ് എനിക്ക് ഇത് കിട്ടിയിട്ടില്ല. ഏതോ ഒരു പള്ളിയിൽ കയറിയിട്ട് അവിടുത്തെ ഫാദറിനെ അല്ലെങ്കിൽ അവിടെ കൂടിയിട്ടുള്ള ആളുകളോട് സംസാരിച്ചത്. ഏതായാലും ക്രിസംഗി വാണങ്ങൾക്ക് ഇത് കണ്ടിട്ടൊന്നും ഒരു എഫക്റ്റും വരാൻ പോകുന്നില്ല. കാരണം അവൻ്റെയൊക്കെ വായിലോട്ട് സംഖികൾ തൂറിക്കൊടുത്താലും അത് അമേദ്യമാണെന്നും പറഞ്ഞ് കഴിച്ച് സ്വന്തം അവർ കൊടുക്കുന്ന പിച്ചച്ചട്ടി ആ പൈസയും വാങ്ങി ജീവിക്കുന്ന വെറും വൃത്തികെട്ട നാറികളാണ് കാസ പോലത്തെ സകല ചെറ്റകളും നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് അവന്മാർക്ക് ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അവന്മാർ അപ്പോഴും കുറെ മുസ്ലിങ്ങളെ കുറ്റം പറയണം, അതല്ലെങ്കിൽ കുറെ ഇത്തരത്തിലുള്ള ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുന്ന വാണങ്ങളാണ് ഈ പറഞ്ഞ സകല ക്രിസംഗി കൂട്ടങ്ങളും. ഇനി ക്രിസംഗികളായിട്ട് നമ്മൾ കാണുന്ന ഈ ഐഡികൾ ഉണ്ടല്ലോ, അതിൽ 10% യഥാർത്ഥ ക്രിസംഗികളുള്ളൂ. ബാക്കി 90% തന്തയും തള്ളയും അല്ലെങ്കിൽ തറവാടും ഇല്ലാത്ത സംഖികൾ തന്നെ പേര് മാറ്റിയിട്ട് വരുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഒക്കെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ എന്തെടുത്തു കഴിഞ്ഞാൽ ഈ താഴത്ത് കമന്റ് അടിക്കുന്ന സംഖ്യകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി ഒറ്റൊന്നും പേരുണ്ടാവില്ല. മര്യാദയ്ക്ക് ഒരു പേരോ തന്ത ചൂണ്ടിക്കാണിക്കാൻ ഒരു തന്തയില്ലാത്ത ഐഡി എന്നായിരിക്കും ഉമ്മാര് വരുന്നത്. കാരണം അത്ര പാരമ്പര്യം, അല്ലെങ്കിൽ അത്ര ഈ കണ്ട പലർക്കും ഉണ്ടായിട്ടുള്ള ടീമാണ് ഈ സംഘി എന്ന് പറഞ്ഞത്. ഒരു നിലക്കും വിദ്യാഭ്യാസപരമായിട്ടോ സാമൂഹ്യപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ടോ അറ്റ്ലീസ്റ്റ് ഒരു തന്തനെ ചൂണ്ടിക്കാണിക്കാനാത്തവന്മാരാണ് പൊതുവെ ഈ സംഘികൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സംഘികൾ ഇങ്ങനത്തെ ഫേക്ക് ഐഡിയ വല്ലതും സംസാരിക്കുന്നതും. ക്രിസംഘികളെ കൂട്ടത്തിലും 90% ഈ പറഞ്ഞ ഫേക്ക് തന്തയില്ലാത്ത സംഘിയോളികളൊക്കെ തന്നെയാണ്. ബാക്കി വരുന്ന 10%. അപ്പം ഇത് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് മദർ മേരി എങ്ങനെയാണ് പ്രസവിച്ചത്? സെക്സ് ഇല്ലാണ്ട് പിന്നെ എങ്ങനെ പരിപാടി നടക്കും? അമ്മയും അച്ഛനും സെക്സ് ചെയ്യാണ്ട് എങ്ങനെ യേശു ക്രിസ്തു ഉണ്ടായത്? അപ്പൊ പിഴച്ചു പറ്റ
മദർ മേരിക്ക് ഉണ്ടായ അല്ലെങ്കിൽ മദർ മേരിയിൽ പിഴച്ചു പറ്റുണ്ടായിട്ടുള്ള ജീസസ് ക്രൈസ്റ്റിനെ നിങ്ങളെങ്ങനെ ദൈവമാക്കും? അങ്ങ് രാമനെ പിടിച്ചോളാനാണ് പറഞ്ഞത്. ഇനി ഈ പറഞ്ഞ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഈ ഹിന്ദുക്കളുടെ ഓരോ ദൈവങ്ങളുണ്ടായ കണക്ക് നോക്കുകയാണെങ്കിലേ അതൊന്നും പറയിപ്പിക്കാണ്ടിരിക്കുന്നല്ലേ നല്ലത് അല്ലേ? ഹിന്ദുവിൽ ഓരോ ദൈവങ്ങൾ ഉണ്ടായത് ആണും പെണ്ണും സെക്സ് ചെയ്തിട്ടാണോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഓരോ ദൈവങ്ങൾ അങ്ങനെ എടുത്തു വെച്ച് നോക്ക്. ഹനുമാൻ, രാമൻ, സീത, അത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മീനിനുണ്ടായതായിരിക്കും, ചിലപ്പം പൈക്കുട്ടിക്ക് ഉണ്ടായതായിരിക്കും, ചിലപ്പോൾ ആകാശത്തു നിന്ന് ഉണ്ടായതായിരിക്കും, ചിലപ്പോൾ വായുദേവൻ ഉണ്ടായതായിരിക്കും, ചിലപ്പം ഭൂമിദേവിക്ക് ഉണ്ടായതായിരിക്കും, ചിലപ്പം ആണും കൂടിയിട്ടുണ്ടായിട്ടുള്ള ചില ദൈവങ്ങൾ വരെ ഉണ്ട് കൂട്ടത്തിൽ എന്നുള്ളത് നമുക്കറിയാം അല്ലേ? അപ്പം ഹിന്ദു ദൈവങ്ങളുടെ അങ്ങ് പിതൃത്വം തെരഞ്ഞു പോയാൽ ഈ പറഞ്ഞ സംഖ്യക്ക് വായിൽ പിരിവെട്ടിപ്പോവും. അപ്പം യേശുക്രിസ്തു എങ്ങനെ ഉണ്ടായത്, ഏത് രീതിയിലാണ് ഉണ്ടായത്, ആ ദിവ്യഗർഭത്തിൻ്റെ കഥകളൊക്കെ ലോകം മൊത്തം വാഴ്ത്തുന്ന കാര്യങ്ങളാണ്, ലോകം മൊത്തം അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ ഏറ്റവും വലിയ മതമായിട്ട് ക്രിസ്ത്യാനിറ്റി ഇപ്പോഴുള്ളതും അതിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ളതും. അതല്ലാണ്ട് ഇവനെപ്പോലത്തെ സംഖ്യകൾ കാണിക്കുന്ന തറ വേലകൾ ഇറക്കിയിട്ട് തറ ദൈവങ്ങളെ കൊണ്ട് വെച്ചിട്ടല്ല ലോകം ഉണ്ടായതും. ലോകത്തിൻ്റെ ആ ഒരു ചരിത്രമാണതൊക്കെ. യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനുശേഷം വന്ന പല നമ്മുടെ പ്രോഫിറ്റ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞാൽ ചരിത്രമാണ്. അതല്ലാണ്ട് മിത്തുകളും അതല്ലെങ്കിൽ ഉപനിഷത്തുകളും മനുസ്മൃതിയിലും വാത്മീകി എഴുതിയ അല്ലെങ്കിൽ വ്യാസൻ എഴുതിയ കഥകളിൽ നിന്ന് നമ്മൾ പഠിച്ച ദൈവങ്ങളല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. മറ്റത് ചരിത്രമാണ്, വിത്ത് പ്രൂഫ് എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇത്തരം ദൈവങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അവിടുത്തെ അവസ്ഥ എത്ര വൾഗറാണ് എന്നുള്ളത്. ഇങ്ങനത്തെ ഒരു വീഡിയോ അല്ല, ഒരു 100 കണക്കിൽ വീഡിയോ നമ്മൾ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം, ക്രിസ്ത്യൻ, ഇത്തരത്തിലുള്ള ദളിത്, മോശപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, മോശപ്പെട്ടെന്നല്ല താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ എങ്ങനെയാണ് ഈ പറഞ്ഞ സംഖ്യകൾ ട്രീറ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോയുടെ കാര്യമാണ് ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തന്നത്. ഇനിയെങ്കിലും ഈ സംഖ്യകൾ നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കും. കാരണം ഇവർക്ക് വിവരമില്ല. ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിവരമില്ല, തന്തയില്ല, തള്ളയില്ല, തറവാടില്ല, സംസ്കാരമില്ല, ഒന്നുമില്ലാത്ത ജന്മങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവന്മാരെ എവിടെയും കയറ്റരുത് എന്ന് പറയുന്നത്. അതുപോലെ തൃശ്ശൂർ കയറ്റിയത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി തിരുവനന്തപുരത്ത് കയറ്റിയതിൻ്റെ ബാക്കി ഫലം അടുത്ത് തന്നെ ഈ പറഞ്ഞ സകല വാണങ്ങൾക്കും കിട്ടും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്താൽ മതി. ഇനി ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ ഒരിക്കൽ പോലും ഈ ക്രിസ്മസ് സ്കൂളുകളിൽ ഉണ്ടായാലും, ക്രിസ്മസ് പരിപാടികൾ ഉണ്ടായാലും, ഓണത്തിൻ്റെ പരിപാടികൾ ഉണ്ടായാലും, പെരുന്നാളിൻ്റെ പരിപാടികൾ ഉണ്ടായാലും, നോമ്പുതുറ ഉണ്ടായാലും ആർക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ നോക്കിയാൽ മതി. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് എവിടെയൊക്കെയാണ് ക്രിസ്മസ് കരോളിൻ്റെ ഇടയിൽ പ്രശ്നം, ഓണത്തിൻ്റെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നം, മറ്റേതിനുണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നം. എന്ന് മുതൽ 2014 ശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നിപ്പോൾ ചിന്മയ പോലത്തെ പല സ്കൂളുകളിലും ക്രിസ്ത്യൻ കരോളുകളും അല്ലെങ്കിൽ ക്രിസ്മസ് പരിപാടികൾ വേണ്ട. കാരണം ഹിന്ദുക്കൾക്ക് അത് ഇഷ്ടമാവുന്നില്ല, അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദികൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നും പറഞ്ഞിട്ട് പുതിയ ന്യൂസ് വന്നിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസാണ്, അത് കേട്ടു നോക്ക്. ഹൈന്ദവ സംഘടനകളുടെ നിർദ്ദേശപ്രകാരം സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വിലക്കിയെന്ന പരാതിയുമായി രക്ഷകർത്താവ്. തിരുവനന്തപുരം ആറ്റുകാൽ ചിന്മയ വിദ്യാലയത്തിനെതിരെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പരാതി ലഭിച്ചത്. ഗൌരവത്തോടെ കാണുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. നേരത്തെ സ്കൂളിന്റെ പേര് വിവരങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തിയിരുന്നു. സ്കൂളുകളെ വർഗീയ പരീക്ഷണശാലകളാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ചില സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ആഘോഷത്തിനായി കുട്ടികളിൽ നിന്ന് പിരിച്ച തുക തിരികെ നൽകുകയും ചെയ്തു എന്ന വാർത്ത അതീവ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ കാണുന്നത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, എവിടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം? മന്ത്രി ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അത് ഏത് സ്കൂളാണെന്ന് വെളിപ്പെടുത്തണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടത്. അപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് കിട്ടിയ പരാതി എന്തായിരുന്നു? ശ്രീജ, ഇത്തരത്തിലൊരു വിഷയം കഴിഞ്ഞ ദിവസമായിരുന്നു ഉരുത്തിരിഞ്ഞു വന്നത്. അതായത് കേരളത്തിൽ തന്നെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ ഒരു ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അത് നടത്താതിരിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കം എന്ത് വില കൊടുത്തും തടയും, ഒപ്പം അങ്ങനെ നടപടി അടക്കം ഉണ്ടാകും ഇത്തരത്തിൽ സ്കൂളുകൾക്കെതിരെ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതായത് ഉത്തരേന്ത്യയിലടക്കം നടക്കുന്ന ഈ ഒരു ക്രിസ്മസ് ആഘോഷത്തിന് വിലക്കേർപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവണത കേരളത്തിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അടക്കം എടുത്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്രതികരണം വന്നത്. അത്തരത്തിൽ ഏത് സ്കൂളുകളാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ ആ പേര് വിവരങ്ങളടക്കം പുറത്തേക്ക് വിടണമെന്നായിരുന്നു ഈ ഒരു മന്ത്രിക്ക് നൽകിയൊരു മറുപടി എന്ന രീതിയിൽ ഹിന്ദു ഐക്യവേദിയുടെ മറുപടി വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അത്തരത്തിലല്ല ഈ ഒരു പരാതി അടക്കമുണ്ട്. അതായത് ഈ ഒരു ചിന്മയ സ്കൂളിലടക്കം ഇങ്ങനെ ക്രിസ്മസ് ആഘോഷം നടത്തുന്നതിൽ വിലക്കേർപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ സ്കൂളുകളുടെ അടക്കം പേര് വെളിപ്പെടുത്തിക്കൊണ്ട് രക്ഷകർത്താവ് അടക്കം രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല വിദ്യാഭ്യാസ മന്ത്രി അടക്കം കൃത്യമായി നിലപാടെടുത്തിരിക്കുന്നത്. കേരളത്തിലെ പലയിടങ്ങളിലും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഓണമായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, മറ്റേ എല്ലാ ആഘോഷങ്ങളും അത്ര ഒരു തരത്തിലുള്ള ഒരു വിഭാഗീയതയും ഇല്ലാത്ത രീതിയിൽ ആഘോഷിക്കുന്ന ഒരു സാഹചര്യം വർഷങ്ങളായിട്ടുള്ളതാണ്. അതിലേക്ക് വിഷകലർന്ന തരത്തിലേക്ക് ഇങ്ങനെ ക്രിസ്മസ് ആഘോഷം വിലക്കേർപ്പെടുത്തുന്ന ഒരു പ്രവണത അനുവദിക്കില്ല. അത് സ്വകാര്യ സ്കൂളുകളായിക്കോട്ടെ, ഇത്തരത്തിലുള്ള ചിന്മയ പോലെയുള്ള സ്കൂളുകളായിക്കോട്ടെ,
ആയിക്കോട്ടെ അവിടെയൊന്നും അനുവദിക്കില്ല എന്നൊരു കർശന നിലപാട് എടുത്തിരുന്നു. അതിനിടയിലാണ് ഈ ഇന്ത്യ ഐക്യവേദിയുടെ പരാമർശവും രക്ഷകർത്താവ് രംഗത്തേക്ക് വരികയും ചെയ്തത്. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടതിന് മുൻപും ഇത്തരത്തിലുള്ള ഒരു വർഗീയ പ്രശ്നങ്ങൾ, അതായത് വർഗീയ ചുവയുള്ള പ്രശ്നങ്ങൾ ഇതിനു മുൻപും ഹിജാബ് വിഷയത്തിൽ അടക്കം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും ഇത് ഒരു മുന്നറിയിപ്പ് എന്ന തലത്തിൽ ഇത്തരത്തിൽ ഒരു ആഘോഷം നടത്താതിരിക്കാനുള്ള ചില സ്കൂളുകളുടെ പ്രവണതയെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം ഇതിലൊരു പ്രതികരണം നടത്തിയത്. അതിലാണ് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തൽ വരുന്നത്. സ്കൂളിൽ പേരടക്കം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ചിന്മയ പോലെയുള്ള സ്കൂളിൽ നിരവധി കുട്ടികൾ പഠിക്കുന്നതാണ്. ആ ഒരു സ്കൂളിലടക്കം ഈ ഒരു ആഘോഷങ്ങളിൽ കുട്ടികളടക്കം മാറ്റി നിർത്തുക, ആഘോഷങ്ങൾ ഇല്ലാതാക്കുക, അതൊരു മറ്റൊരു വിഭാഗത്തിന്റെ മാത്രം ആഘോഷമാക്കി മാത്രം കുട്ടികളെ കാണിക്കുക എന്ന തരത്തിലേക്കുള്ള ഒരു വർഗീയ ചുവയുള്ള രീതികൾ ഒന്നും അനുവദിക്കില്ല എന്നൊരു നിലപാടെടുത്തിരുന്നു. അതിലിനി കൂടുതൽ പ്രതികരണം ഈ ഒരു സ്കൂളിന്റെ അടക്കം പരാതിയുമായി രക്ഷിതാവ് അടക്കം രംഗത്ത് വന്നതിന്റെ സാഹചര്യത്തിൽ ഇനി ഇതിൽ എന്ത് നടപടിയും എന്ത് വിശദീകരണമായിട്ടായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി വരിക, അതിൽ എന്ത് നടപടിയിലേക്ക് കടക്കുമെന്ന കാര്യം ഇനിയും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നിലവിൽ ഈ ഒരു രക്ഷിതാവിന്റെ പരാതിയാണ് ഒരു സ്കൂളിൽ മാത്രമാണ് പുറത്തേക്ക് വന്നിരുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അടക്കം പരിശോധിച്ച് വരികയാണ്. നിങ്ങൾ കേട്ടില്ലേ, ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ്. ക്രിസ്മസ് പരേഡൊന്നും വേണ്ടെന്ന് കഴിഞ്ഞ ദിവസം BMS തപാൽ വകുപ്പിൽ എന്താണ് ക്രിസ്മസ് കരോളിന്റെ കൂടെ കോണഗീതം പാടാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഇത്ര വേഴ്സായിട്ട് ഉത്തരേന്ത്യ കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞു. ഉത്തരേന്ത്യയിലെ 80% ഈ വൃത്തികെട്ട ചാണകക്കുണ്ടിൽ വീണ് കഴിഞ്ഞു. ഇവന്മാർ പറഞ്ഞ തോറിത്തന്ന അതുവരെ തിന്നേണ്ടി വരുന്ന അവസ്ഥയുള്ളത്. അത് തന്നെ കേരളത്തിൽ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ പാലക്കാടും തിരുവനന്തപുരം തൃശ്ശൂരും ഒക്കെ കൊണ്ട് കൊടുക്ക്. നാളെ ഈ സംഖ്യ വന്ന് തൂറിക്കഴിഞ്ഞാൽ നക്കേണ്ടി വരും. എല്ലാ ക്രിസംഖികളും മുസംഖികളും സകല എച്ചിൽ വാണങ്ങളും ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ നാടിനെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ അവസ്ഥയിൽ എത്തിക്കരുത്. മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ നാട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് മറ്റൊരു ന്യൂസ് വന്നിട്ടുണ്ട്. പാലക്കാട് കരോൾ സംഘത്തിന് നേരെ ആക്രമണം, BJP പ്രവർത്തകൻ അറസ്റ്റിൽ. ഇങ്ങനെ 100 കേട്ടോ, ഇങ്ങനെ 1-2 അല്ല. ഞാനിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അങ്ങനത്തെ 100 കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഈ മുസ്ലിങ്ങളുടെ വീട് കയറിയിട്ട് എന്തോ ഒരു സൗഹൃദ യാത്ര, ക്രിസ്ത്യാനികളുടെ വീട്ടിൽ കേക്ക് കൊടുക്കുന്ന യാത്ര എന്നും പറഞ്ഞ് ഇവൻ ഇന്ന് കൊണ്ട് കേക്ക് തരും, നാളെ അവൻ ചാണകം കൊണ്ട് തരും, മറ്റന്നാൾ ഇവനൊക്കെ നിന്റെ വീട്ടിൽ കയറിയിട്ട് സകല ചെറ്റത്തരും തെമ്മാടിത്തരും കാണിക്കും. ഇപ്പോൾ മറ്റവനൊക്കെ പള്ളിയിൽ കയറി കാണിച്ച പോലെ നിങ്ങളുടെയൊക്കെ പള്ളിയിലും നമ്മുടെയൊക്കെ പള്ളിയിലും സകല സ്ഥലത്തും ഈ വാണങ്ങൾ കയറി അപ്പിയിട്ട് നാറ്റിക്കും. അതിനുള്ള അവസരം ദയവ് ചെയ്തിട്ട് കൊടുക്കാണ്ടിരിക്കുക. ഈ സംഘപരിവാണങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തുക. അതാണ് ഏറ്റവും ബേസിക് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ സംഘപരിവാണങ്ങൾ ഈ പറഞ്ഞ ക്രിസ്ത്യൻ രാജ്യങ്ങളിലും മറ്റ് മുസ്ലിം രാജ്യങ്ങളിലും പോയി കാണിക്കുന്ന ചെറ്റത്തരം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ? എവിടെ നിന്നൊക്കെയാണ് ഈ സംഘപരിവാണങ്ങളെ കീറി വലിച്ചെറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ ട്രൈ ചെയ്യുന്നത് നമ്മൾ ഇന്നലെയും കണ്ടിട്ടുണ്ട് അല്ലേ? അവിടെ അവന്മാർ തേങ്ങയൊടുക്കും, അവന്മാർ ഗണപതിനെ കൊണ്ട് ലേക്കിൽ മുക്കുകയും ചെയ്യും. സകല ചെറ്റത്തരം അവിടെ കൊണ്ട് കാണിക്കും. എന്നിട്ട് ആ ചെറ്റത്തരം നിങ്ങൾ അവിടെ കാണിക്കാണ്ട് ഇന്ത്യയിൽ നിങ്ങൾ കാണിച്ചു. ഇന്ത്യ അങ്ങനെ ആയിക്കഴിഞ്ഞ് നീയൊക്കെ തുപ്പിയാലും തൂറിയാലും പോലും ചോദിക്കാൻ ആരും വരാത്ത അവസ്ഥയിപ്പോയി. ഇന്ത്യയിൽ കാണിക്കുക. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ കേരളമെങ്കിലും സേഫായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളും ഇവന്മാരെ കയറ്റാണ്ടിരിക്കും. ഇതിനേക്കാൾ വലിയ അവസ്ഥയിൽ നിൻ്റെയൊക്കെ പള്ളി കയറിട്ടെ, നിൻ്റെയൊക്കെ യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ടേ ഈ ചെറ്റകൾ പറയും തന്തയില്ലാതെ ജനിച്ചതാണ്, പിഴച്ച് പറ്റതാണ്. അത് നമ്മുടെ നാട്ടിലും കൂടെ കൊണ്ടുവരാണ്ടിരിക്കണം പ്ലീസ്.